ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ 4440 IC വെച്ചിട്ടുള്ള ആംപ്ലിഫയർ ബോർഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് കാലം മുമ്പേ ഇറങ്ങിപ്പോയ ഒരു ബോർഡാണ് 4440 എന്ന ICയുടെ ആംപ്ലിഫയർ ബോർഡ്. 80s-ൻ്റെയും 90s-ൻ്റെയും കാലത്ത് ഒരുപാട് ഓർമ്മകളുള്ള ഒരു ബോർഡ് തന്നെയായിരുന്നു ഇത്. പണ്ടൊക്കെ കല്യാണങ്ങൾക്കും വിശേഷങ്ങൾക്കും വീടുകളിൽ പാട്ട് വയ്ക്കുന്നത് ചെറിയ ആംപ്ലിഫയർ കൊണ്ടും ഇതൊക്കെയായിരുന്നു. അതൊക്കെ ഒരു കാലം. അന്നത്തെ IC സാനിയോ എന്ന കമ്പനിയുടെ ഒറിജിനൽ IC ആയിരുന്നു. ഇന്നിപ്പോൾ LA 4440, CD 4440 എന്നൊക്കെ പേരിലുള്ള IC ഇറങ്ങുന്നുണ്ട്. അതൊക്കെ ഡ്യൂപ്ലിയാണ് കേട്ടോ. ഇത് ഇപ്പോൾ ഇറങ്ങുന്ന ICകളിൽ പലതും ഭയങ്കര ഹീറ്റിംഗ് പ്രോബ്ലം കൂടുതലുള്ളതാണ്. ഹീറ്റ് സിങ്ക് നല്ല രീതിയിൽ കൊടുത്തിട്ടില്ലെങ്കിൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. 12 വാൾട്ട് DC-യിൽ 18 വാൾട്ട് അല്ലെങ്കിൽ 19 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന RMS ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ആംപ്ലിഫയർ ബോർഡാണ് ഇത്. ഈ ICയുടെ 10ാമത്തെ പിന്നും 12ാമത്തെ പിന്നുമാണ് സ്പീക്കറിലേക്കുള്ള ഔട്ട്പുട്ട് വരുന്നത്. ഈ ICയുടെയും അങ്ങനെ തന്നെ. ഇതിൽ ഗ്രൗണ്ട് കോമൺ ആയിട്ടുമാണ് വരുന്നത്. മൈനസാണ് ഇതിൻ്റെ ഗ്രൗണ്ട് വരുന്നത്. ഇത് പ്ലസ് പോയിൻ്റാണ്, ഇത് മൈനസാണ്. ഇവിടെ കപ്പാസിറ്റർ വരും. ഞാനത് അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. ഈ കളറ് കാണുന്നതാണ് കപ്പാസിറ്ററിൻ്റെ മൈനസ് ഭാഗം, ഇത് പ്ലസ് ഭാഗം. അപ്പോൾ ഇത് പ്ലസ് ആയിട്ട് വരും, ഇത് മൈനസ് ആയിട്ട് വരും. പിന്നെ എടുത്തു പറയാനുള്ളത്, ഇതിൽ 5 വാൾട്ട് റെഗുലേറ്റർ IC കൊടുത്തിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ USB-ക്ക് വേറെ ഒരു കണക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്ക് സപ്ലൈ എടുക്കാവുന്നതാണ്. ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഇൻപുട്ട് കണക്ഷൻ വരുന്നത്. ഇന്നിപ്പോൾ ഈ ICയുടെ 3 IC വെച്ചിട്ടുള്ള ബോർഡുകൾ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. 2.1 ആയിട്ട് ഒരു സബും 2 സ്പീക്കറും. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. Bye bye.